നമസ്കാരം. കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് 13 ദിവസം കൊണ്ട് 13 ചാപ്റ്റേഴ്സ്, അതിൽ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾ ആൻഡ് ആംഗിൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, അതുകൂടാതെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് തുടങ്ങാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പാർട്സ് ഓഫ് എ സർക്കിൾ, ആർക്ക് ആൻഡ് ആംഗിൾസ്, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ, സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത്രയും കാര്യങ്ങളാണ്. ഇതുകൂടാതെ ഇതിൽ നിന്നും ഈ ഭാഗത്ത് വരുന്ന 5 പ്രധാനപ്പെട്ട തിയറംസ്, ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കുക. ഒന്നാമത് പറയുന്നത്, ഇത് ഒരു ആർക്കാണ്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് എന്നെടുത്താൽ ഇതിൻ്റെ മിച്ചമുള്ള ആർക്ക് അല്ലെങ്കിൽ റിമൈനിങ് ആർക്ക് എന്ന് പറയുന്നിടത്ത് ഇതിൻ്റെ പകുതിയായിരിക്കും. സെൻട്രലുള്ള ആംഗിളിൻ്റെ പകുതിയാണ് റിമൈനിങ് ആർക്കിലെ ആംഗിൾ. അപ്പോൾ തിയറം പറയുന്നത് ആംഗിൾ ഇൻ ദ റിമൈനിങ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. സെൻട്രലുള്ള ആംഗിളിൻ്റെ പകുതിയാണ് റിമൈനിങ് ആർക്കിലെ ആംഗിൾ. രണ്ടാമത്തെ തിയറമായിട്ട് വരുന്നത്, ഇത് ഡയമീറ്റർ ആയിട്ട് വന്നു കഴിയുമ്പോൾ നോക്കുക, എ ബി എന്നത് ഡയമീറ്റർ ആണ്. ഇങ്ങനെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി, അല്ലെങ്കിൽ പറയാം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. മൂന്നാമത്തെ തിയറം നോക്കുക. എ പി ബി എന്നത് ഒരു സെഗ്മെന്റിലെ ആംഗിൾ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിലെ ആംഗിൾ ആണ് എ ക്യു ബി. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ തിയറം ഇങ്ങനെയാണ്, ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി. ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്, എയിൽ തുടങ്ങി ബിയിൽ തീരുന്ന രണ്ട് ആംഗിൾസ്, എന്നാൽ ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഈ ആർക്കിൽ, അപ്പോൾ എ പി ബി. അപ്പുറത്തുള്ള ആർക്കിലാണ് എ ക്യു ബി. അങ്ങനെ ഓപ്പോസിറ്റ് സെഗ്മെന്റിലെ ആംഗിൾസ് ആഡ് ചെയ്താൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അടുത്ത നാലാമത്തെ തിയറം ഇങ്ങനെയാണ്, എ ബി എന്ന രണ്ട് പോയിന്റുകളിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിൾസ് ആണ് എ പി ബി, എ ക്യു ബി, എ ആർ ബി. ഇതെല്ലാം ഒരു സെഗ്മെന്റിലാണ്. സെഗ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയും ബിയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡിന്റെ അപ്പുറത്തുള്ളത്, അല്ലെങ്കിൽ ഈ കോഡ് രണ്ട് സെഗ്മെന്റുകളായിട്ടാണ് ഈ സർക്കിളിനെ മുറിക്കുന്നത്. ഒരു സെഗ്മെന്റ് ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ എ പി ബിയും എ ക്യു ബിയും എ ആർ ബിയും സെയിം. അതായത് തിയറം ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അടുത്ത അഞ്ചാമത്തെ തിയറത്തിൽ പറയുന്നു, എ ബി സി ഡി എന്നത് 4 പോയിന്റ്സ്. ഇത് 4ഉം സർക്കിളിലാണ്. ഇതിനെ ജോയിൻ ചെയ്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടിസസും സർക്കിളിലാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിനെ പറയും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടും. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ബിയും ഡിയും, അതുപോലെ എയും സിയും. അപ്പോൾ തിയറം ഇതാണ്, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് സപ്ലിമെന്ററി. അതായത് ഡിയും ബിയും ആഡ് ചെയ്താൽ 180, എയും സിയും ആഡ് ചെയ്താൽ 180. അടുത്തത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഒ എന്നത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ എ സി ബി, സെക്കൻഡ് ആംഗിൾ എ ഒ ബി. വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് എ ബി. അതായത് എ ബി എന്ന പാർട്ട് ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ് എന്നും കണ്ടുപിടിക്കണം. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ എ സി ബി കാണാനാണ്. എ സി ബി എന്ന ആംഗിൾ കാണാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒ സി അങ്ങ് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് 30 ആയതുകൊണ്ട് ഇവിടെയും 30, ഇവിടെ 40 വന്നുകൊണ്ട് ഈ ആംഗിളും 40 ഡിഗ്രിയാണ്. അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ. ഒ എ ഈക്വൽ ടു ഒ സി, റേഡിയസ് ആണ്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ. ഇവിടെ 30 ആയതുകൊണ്ട് ഇതും 30, ഇവിടെ 40 വന്നുകൊണ്ട് ഇതും 40. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 70 എന്ന് വരും. അങ്ങനെ എ സി ബി ഇസ് ഈക്വൽ ടു 30 + 40, 70 ഡിഗ്രി. എ ഒ ബി എന്നത് 70യുടെ ഡബിൾ ആണ്, 140 ഡിഗ്രി. 70ന്റെ ഡബിൾ 140 ഡിഗ്രി. ഇനി എ ബി എന്നത് സർക്കിളിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ
ഈ സെൻറ്ററിലുള്ള ആംഗിൾ ബൈ 360 ചെയ്താൽ മതി. 140/360, 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ 14/36, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 7/18 എന്ന് കിട്ടും ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഇൻ ദ ഫിഗർ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഗിവൺ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. ABC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് 100. എക്സ് എന്ന ആംഗിളും വൈ എന്ന ആംഗിളും കാണാനാണ് ചോദ്യം. നമുക്കറിയാം സെൻട്രലുള്ളതിൻ്റെ പകുതിയാണ് റിമൈനിങ് ആർക്കിലെ ആംഗിൾ. അപ്പോൾ എക്സ് എന്നത് 100/2 50 ഡിഗ്രി. അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലുള്ള ആംഗിളാണ്. എക്സും വൈയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ് ആർ സപ്ലിമെൻ്ററി. അതായത് 180ൽ നിന്നും ഇവിടെയുള്ള 50 ഡിഗ്രി കുറച്ചാൽ മിച്ചം 130 ഡിഗ്രി എന്ന് കിട്ടും വൈ. ഇതിന് 3 മാർക്ക് വരെ കിട്ടാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ABC ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ABC എന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ APB? ABC ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെഷർ പോലും തന്നിട്ടുമില്ല. നമുക്കറിയാം ഇക്വിലാറ്ററൽ ആണെങ്കിൽ ആംഗിൾസ് ഒക്കെ 60 ഡിഗ്രി. അപ്പോൾ ഇത് 60, എയും 60, ബിയും 60. APB കാണാൻ ചോദിച്ചാൽ തൊട്ടു മുമ്പുള്ള ചോദ്യത്തിൽ ചെയ്തതുപോലെ ആംഗിൾസ് ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ്സ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ APB എന്നത് 180 - 60 120 ഡിഗ്രി എന്ന് കിട്ടും ആൻസർ. നോക്കുക, ആംഗിൾ APB ഈസ് ഈക്വൽ ടു 180 - 60 120 ഡിഗ്രി. നാലാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ വരയ്ക്കാനുള്ള ചോദ്യമാണ്. ഇത് പരീക്ഷയ്ക്ക് 4 മാർക്കിനാണ് ചോദിക്കുക. Draw a triangle with the circumradius 3 cm and 2 of the angles 50 degree and 60 degree. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ റേഡിയസ്, അത് ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് 3 cm. ആ ട്രയാങ്കിൾ വരേണ്ട 2 ആംഗിൾസ് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും. നമ്മൾ തുടങ്ങേണ്ടത് നമുക്ക് വേണ്ട ആംഗിൾസ് 50യും 60യും. അപ്പോൾ സെൻറ്ററിൽ വേണ്ട ആംഗിൾസ് മനസ്സിലാക്കണം. അതിൻ്റെ ഡബിൾ ആയിരിക്കും 100 ഡിഗ്രിയും 120 ഡിഗ്രിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇവിടെ OA 3 cm ആണ്. 3 cm റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. അതിനുശേഷം OA എന്ന ഒരു ലൈൻ നീട്ടി വരച്ചു വെക്കുന്നു. ഇവിടെ സെൻറ്ററിൽ 100 ഡിഗ്രി എടുത്ത് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം അവിടുന്ന് 120 എടുത്ത് അടുത്ത ലൈൻ. ഈ ബിയും സിയും എയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് വേണ്ട ട്രയാങ്കിൾ കിട്ടും. ഇവിടെ 100 ആയതുകൊണ്ട് സിയിൽ അതിൻ്റെ പകുതി 50 ഡിഗ്രി. ഇവിടെ 120 വന്നുകൊണ്ട് ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത്രയും വരയ്ക്കുന്നതിന് 4 മാർക്കാണ്. അഞ്ചാമത്തെ ചോദ്യം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ BCD? കൂടാതെ സെക്കൻഡ് പാർട്ടിൽ ആംഗിൾ DEFും ചോദിച്ചിരിക്കുന്നു. DEF. ഇവിടെ 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതുപോലെ DCFE എന്നത് സെക്കൻഡ്. BCD എന്ന ആംഗിൾ ആണ് കാണേണ്ടത്. A തന്നിട്ടുണ്ട്. അപ്പോൾ C എന്ന ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ്, അല്ലെങ്കിൽ ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അപ്പോൾ നമുക്കിത് പറയാം 80 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ BCD ഈസ് ഈക്വൽ ടു 180 - 100 80 ഡിഗ്രി. അടുത്ത DEF. DEF എന്ന ആംഗിൾ, DEF ഇതാണ്. ഈ ആംഗിൾ എന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വൽ. കാരണം DCFE എന്നതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 80 ഡിഗ്രി. ഇത് 80 ആയതുകൊണ്ട് ഈ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെയും. ഇപ്പോൾ നമ്മൾ ചെയ്തത് 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾ ആൻഡ് ആംഗിൾസ്, ഈ ചാപ്റ്ററിലെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട തിയറങ്ങളും അതുകൂടാതെ ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്